സംസാരിച്ചു എന്നാ മൗലവി പറഞ്ഞത്. മൗലവിക്ക് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് മൂപ്പര് പറയാണ്, ഏതെങ്കിലും ഒരു കല്ലിന് വദ് എന്ന് പേരിട്ടത് കൊണ്ട് വദ്ദാവോ? ആ കല്ല് വദ്ദാകുമോ വദ്ദിന്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിന് സാലിഹിന്റെ പേരിട്ടത് കൊണ്ട് ആ കല്ല് സാലിഹാകുമോ മൗലവീന എന്നോട് ചോദിക്കുന്നത്? എന്നിട്ട് മൂപ്പര് ഉദാഹരണം ചോദിക്കുകയാണ്, പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാൽ ജോർജ് ബുഷ് ആകുമോ മൗലവി? ചോദിക്കാണ്. പൂച്ചക്ക് ജോർജ് ബുഷ് എന്നൊരാൾ പേരിട്ടാൽ അത് ജോർജ് ബുഷ് ആകുമോ? വെറും ഒരു പൂച്ചയല്ലേ ആവുകയുള്ളൂ എന്നാണ്. ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, പിന്നീട് വിശദീകരിക്കാം. ആയിക്കോട്ടെ, സാലിഹിങ്ങളെ പേര് ഒരു വിഗ്രഹത്തിനിട്ട് ആ വിഗ്രഹം സാലിഹാവോ? ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാലും ജോർജ് ബുഷ് ആവോ? ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിമാർക്ക് കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാ ജോർജ് ബുഷ് ആവോ? ഇവിടെ വിഷയമാണോ? അല്ല, വിഷയം എന്താണെന്ന് ഞാൻ ശേഷം പറയുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? പൂച്ചക്ക് ജോർജ് ബുഷ് പ്രയോഗം മൂപ്പർക്ക് വലിയ താല്പര്യം. ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിനും ഉപമക്കൊക്കെ മൂപ്പർക്ക് ഏതിനെ കിട്ടുക? ജോർജ് ബുഷിനെ കിട്ടുക. അതെന്താ കാരണം എന്ന് മൂപ്പരെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജോർജ് ബുഷിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താ ജോർജ് ബുഷിനെ പറ്റി മുമ്പ് പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ. പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അല്ല കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അല്ല പറയിക്കാൻ. അതാണ് ഓരോരുത്തരുടെ മഹത്വം കേട്ടോ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തെക്കുബീർ വിളിച്ചു. അന്നേ നമ്മൾ പറഞ്ഞു, ഒന്നു മുസ്ലിയാരെ നിങ്ങൾ ഇതിങ്ങനെ പറയല്ലേ, കാരണം അയാൾ വളരെ മോശമാണ്, ഈ ജോർജ് ബുഷിനായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. അപ്പൊ അന്നും പറഞ്ഞപ്പോഴും മൂപ്പർക്ക് അത് മനസ്സിലായില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഉദാഹരണത്തിൽ ഈ ജോർജ് ബുഷ് കയറി വരിക. വാസ്തവത്തിൽ എന്താ ഈ ജോർജ് ബുഷിന്റെ കുഴപ്പമെന്ന് മുസ്ലിംമാർക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. മുസ്ലിംമാർക്കൊക്കെ ഇപ്പൊ ജോർജ് ബുഷിനെ നന്നായി തിരിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഒരു മുസ്ലിയാർ പറയുന്നത് ബുഷിന് സാമ്രാജ്യത്തിന്റെ ഒരു സംസ്കൃതി എന്താണത്? അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തു കുട്ടിയും വേണം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. സാമ്രാജ്യത്തിന്റെ ഒരു സംസ്കൃതി എന്താണത്? അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തു കുട്ടിയും വേണം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. ഇനിയിപ്പോ ഞാനൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല. ആർക്കാ കൂട്ടിച്ചേർക്കാൻ പറ്റുക, ആരോടാണ് ഒപ്പം പറയാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ അതിലേക്ക് പ്രത്യേകിച്ച് കൂടുതലായി കിടക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയാണോ, ഈ പറഞ്ഞതുപോലെയാണോ കാര്യം? ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് ഇട്ടാ ജോർജ് ബുഷ് ആവോ? എന്തിനാ ചോദിച്ചത്? ഒരു കല്ലിന് ഒരാൾ വദ് എന്ന് പേരിട്ടോണ്ട് വദ്ദാവോ? അങ്ങനെയാണോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ കല്ലിന് വദ് എന്ന് പേരിട്ടത്? അല്ല, അവരാ കല്ലിന് വദ് എന്ന നിലയ്ക്ക് തന്നെയാണ് പേരിട്ടതും അവർ ലക്ഷ്യം വെച്ചതും വദ്ദിനെ തന്നെയാണ്, ആ കല്ലിനെയല്ല. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും വേണ്ട. എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ശക്തിയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. നിങ്ങൾ നോക്കൂ, അറേബ്യൻ മുശ്രിക്കുകളും അങ്ങനെ തന്നെയാണ്. നൂഹ് നബിയുടെ കാലത്തുള്ള ആളുകൾ മാത്രമല്ല, എല്ലാ ആളുകളും. ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഹദീസിൽ നമുക്ക് തഫ്സീറുകളിൽ കാണാം, ഇന്ന തവായിഫൽ മുശ്രിക്കീന അത്ബഖു വത്തഫഖു വലാ അന്നല്ലാഹ ഖാലിഖു ഹൗലായി ശുറകായി. സർവ്വ മുശ്രിക്കീങ്ങളും, സഹോദരന്മാരെ, സർവ്വ മുശ്രിക്കീങ്ങളും അവരിലുള്ള എല്ലാ വിഭാഗം ആളുകളും യോജിച്ചിട്ടുണ്ട്. എന്തിന്? ഏത് ശുറക്കാലുകൾ അവർക്കുണ്ടോ, പങ്കാളികളുണ്ടോ, അവരെയൊക്കെ പടച്ചവൻ അള്ളയാണ്, അവരെയൊക്കെ സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്ന്. ഇത് നമ്മൾ ധാരാളമായി വേദിയിൽ വെച്ച് വിശദീകരിച്ചതാണ്. ഞാൻ അതിന്റെ വിശദവിവരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല.